നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം, ഓരോന്നായി നോക്കാം. ടോപ്പ് 7 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് തടവ് ശിക്ഷ. ഒന്നാം പ്രതി മുൻ കോടതി ക്ലർക്കായ KS ജോസിനും സമാനമായ ശിക്ഷയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചത്. ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമായേക്കുമെന്നും വിലയിരുത്തലുണ്ട്. രണ്ട് പ്രതികൾക്കും കോടതി ജാമ്യവും അനുവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേർന്നുണ്ട്. വീണ, എന്തൊക്കെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ? എത്രത്തോളം തിരിച്ചടിയാണ് ആന്റണി രാജുവിനും ഒപ്പം CPM-ന്? വിഷ്ണു, 1990 കേസിന് ആസ്പദമായ സംഭവമാണ്. മറ്റ് കേസുകളുമായി നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ബലാത്സംഗ കേസോ അത്തരത്തിൽ ഗൗരവ സ്വഭാവമുള്ള കേസല്ല. എന്നാൽ ഒരു കേസിനെ ആസ്പദമായി ഉണ്ടായ മറ്റൊരു കേസ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഈ കേസിൽ തൊണ്ടി മുതൽ തിരുമറി കേസിന് ആധാരമായത് 1990 ലഹരി കടത്തെത്തിയ ഒരു പ്രതിയെ, ആ പ്രതി അന്ന് ലഹരി കടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ധരിച്ചിരുന്ന അടിവസ്ത്രത്തിലാണ്. ആ അടിവസ്ത്രം പിന്നീട് കോടതിയിലെത്തുകയും തുടർന്ന് അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും മഞ്ചൂർ കോടതിയിലെ ക്ലർക്കായിരുന്ന ജോസും ചേർന്ന് അതിൽ അത് വെട്ടിച്ചുരുക്കുന്ന തരത്തിലുള്ള നടപടികൾ, അതായത് അടിവസ്ത്രം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ആ തൊണ്ടി മുതലും തെളിവ് നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെന്നെത്തിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആ വിവരങ്ങൾ നൽകിയതാകട്ടെ ഈ കേസിലെ പ്രതിയായ വിദേശി തന്നെയാണ്. പിന്നീട് വിദേശത്ത് നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നത്. ഇന്റർപോൾ ഇടപെടുന്നു, പിന്നെ CBI ഇടപെടുന്നു, തുടർന്ന് കേരള പോലീസിനെ വിവരം അറിയിക്കുന്നു. ഇതിൽ ശിക്ഷ ലഭിക്കുകയും തുടർന്ന് ഈ ശിക്ഷ ലഭിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. അപ്പീൽ പോയതിനു ശേഷം കുറ്റക്കാരനല്ലെന്നും ഈ തെളിവിന്റെ അഭാവത്തിലാണ് ഇയാൾ പിന്നീട് ശിക്ഷയിൽ നിന്ന് മോചിതനായി വിദേശത്തേക്ക് പോകുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് ഉണ്ടാവുകയും തെളിവ് നശിപ്പിച്ചതിന്റെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തു. 96 ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി വരുന്നു. പിന്നീട് 2002, പിന്നെ 2022 ഈ കാലയളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പതിറ്റാണ്ടോളം നീണ്ടൊരു കാലയളവ് ഈ കേസിനുണ്ട്. അതാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു കാര്യം, അന്ന് അഭിഭാഷകനായിരുന്നു, ഇന്ന് മുൻ മന്ത്രിയും ഇടതുപക്ഷത്തിന്റെ നേതാവും നിലവിലെ MLA-യുമായ ആന്റണി രാജു പ്രതി ആണ് എന്നുള്ള സവിശേഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ് ഈ ഒരു കേസിന് പ്രാധാന്യം നൽകുന്നത്. ഈ കേസിന്റെ വിധിയാണ് ഇന്ന് നെടുമങ്ങാട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ആ കോടതിയുടെ ചില സുപ്രധാന കണ്ടെത്തലുകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗൂഢാലോചന നടത്തി, ഒപ്പം തന്നെ തെളിവ് നശിപ്പിച്ചു, കള്ളത്തെളിവുണ്ടാക്കി, അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായി. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3 വർഷം തടവ് ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് ഒന്നാം പ്രതിക്കും അതുപോലെ തന്നെ രണ്ടാം പ്രതിക്കും ബാധകമാണ്. ഒന്നാം പ്രതിയായ അന്നത്തെ കോടതി ക്ലർക്കായിരുന്ന ജോസിനും ഒപ്പം തന്നെ ആന്റണി രാജുവിനും ഈ ഒരു ശിക്ഷ ബാധകമാണ് എന്നുള്ളതാണ്. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. തുടർന്ന് ശിക്ഷ വിധിച്ച കോടതി തന്നെയാണ്. ഈ കോടതിയിൽ തന്നെ ഇവർ ജാമ്യാപേക്ഷ നൽകുകയും ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു കേസിലെ പ്രാധാന്യമുണ്ട്. മറ്റൊരു പ്രത്യേകത, സമകാലിക രാഷ്ട്രീയത്തെ അടക്കം ഈ ഒരു കേസ് പിടിച്ചുലച്ചു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് അനുഭാവിയാണ്, ഇടതുപക്ഷ പ്രവർത്തകനാണ്, ഒപ്പം തന്നെ MLA ആണ്, മുൻ മന്ത്രി കൂടിയാണ്. അത്തരത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA തന്നെ ഒരു കേസിൽ ശിക്ഷാവിധി നേടുമ്പോൾ, കുറ്റക്കാരനാകുമ്പോൾ അത് സർക്കാരിന് ലഭിക്കുന്ന തിരിച്ചടി, സർക്കാരിനുണ്ടായിരിക്കുന്ന തിരിച്ചടി അത് വളരെ വലുതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി സർക്കാരിനെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു കേസിൽ MLA തന്നെ കുറ്റക്കാരനാണെന്ന് കോടതി പറയുകയും ഒപ്പം തന്നെ അതിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ പോലും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടുകൂടി സർക്കാരിന്റെ നിലപാടിനെ, ഒപ്പം തന്നെ സർക്കാരിനെ തന്നെ പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ആ നിയമങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ സ്വാഭാവികമായി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ MLA സാമാജികൻ എന്നുള്ള റദ്ദായി പോകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആന്റണി രാജുവിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളതും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ തുടർ ദിവസങ്ങളിലും അല്ലെങ്കിൽ തുടർ മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് സർക്കാരിനെ അടക്കം പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതി രാവിലെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. തുടർന്ന് ഇതിന്റെ വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട് 2:45 ഉച്ചയ്ക്ക് 2:45 സമയം പറഞ്ഞതെങ്കിലും ഇതിനു മുമ്പേ തന്നെ ഈ സർക്കാർ വകുപ്പിൽ ഇരുന്നു കൊണ്ട് വിശ്വാസവഞ്ചന കാണിച്ചു എന്ന വകുപ്പ് പ്രകാരം 409 IPC 409 പ്രകാരം
ആ വകുപ്പ് നിലനിൽക്കുന്നതിനാൽ തന്നെ 10 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ആ വകുപ്പിൽ നിലനിൽക്കുന്നത്. കീഴ്ക്കോടതി ആയതിനാൽ തന്നെ ശിക്ഷ വിധിക്കുന്നതിൽ അത്തരത്തിലുള്ള ഉയർന്ന ശിക്ഷ വിധിക്കുന്നതിൽ പരിധി നിലനിൽക്കുന്നതിനാൽ തന്നെ മേൽക്കോടതിയിൽ ശിക്ഷ വിധിക്കുവാനുള്ള കൈമാറണമെന്നുള്ള ഒരു അപേക്ഷ, ഒരു ഉപഹർജി കൂടി പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട 2:45 വാദം കേൾക്കുമെന്ന് കോടതി പറഞ്ഞതെങ്കിലും 4:45 ശേഷമാണ് ഈ വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ ആരംഭിച്ചത്. ആ വിധി പറയുന്ന സാഹചര്യത്തിൽ കോടതി ആദ്യ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയത് ഉപഹർജി നിലനിൽക്കില്ല, ആ ഒരു സാഹചര്യം നിലവിലില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷനെ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ കേസിന്റെ വിധി നെടുമങ്ങാട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറയുന്നു എന്ന് ജഡ്ജി വ്യക്തമാക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വിവിധ വകുപ്പുകളാണ് കേസിന് ആധാരമായിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണ് 1990 ആ കാലഘട്ടത്തിൽ നടന്ന കേസാണ്. അതിനുശേഷം 2006, 2022 ഈ ഒരു കാലയളവിൽ നടന്ന കേസായതിനാൽ തന്നെ ഇന്ത്യൻ നിയമപ്രകാരമായിട്ടുള്ള IPC നിയമപ്രകാരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. IPC 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകളായിരുന്നു ആന്റണി രാജുവിനെതിരെ ചുമത്തിയത്. അതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ്. ഒപ്പം തന്നെ 10,000 രൂപയും പിഴ ഒടുക്കണമെന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുന്നത്. 1 മാസം വരെയാണ് ജാമ്യാപേക്ഷ. എന്നാൽ ഈ ഒരു ജാമ്യാപേക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനുശേഷം മുൻ നടപടികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങളിലേക്ക് പ്രതിഭാഗം പോകുമോ എന്നുള്ള കാര്യം കൂടി ഇനി നിലനിൽക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ നൽകുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടറായ മൻമോഹൻ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സംഘർഷമടക്കം, അതായത് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോടതി പരിസ്ഥിതിക്ക് പ്രതിഷേധവുമായി എത്തി. അവർ കരിങ്കൊടി കാണിക്കുകയും ബാനറുമായി വന്ന് ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആന്റണി രാജുവിനെ പ്രതിരോധിക്കുന്നത് വരെ കാര്യങ്ങൾ ചെന്നെത്തി. പോലീസ് അടക്കം അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് പുറത്തേക്ക് നടപടികൾ, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിക്ക് പുറത്തേക്ക് വന്ന ആന്റണി രാജുവിനെ KSU പ്രവർത്തകർ തടയുകയും തുടർന്ന് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു. വാഹനം തടയുവാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരു പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് ക്രൂരത കാണിച്ചു. പ്രവർത്തകർക്ക് നേരെ നരനായാട്ട് പ്രയോഗിച്ചു എന്നുള്ള ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. കോടതിക്ക് മുൻവശത്ത് ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും ഏകദേശം 10-15 മിനിറ്റുകളോളം അത് നടന്നില്ല. തുടർന്ന് പ്രവർത്തകർ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ഈ തലയ്ക്ക് പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷമാണ് പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായത്. വിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രധാന വിവരങ്ങൾ ഇതാണ്. ഇതിൽ ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള കൗതുകം നിറത്തുന്ന രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം ഒരു MLA-ക്ക് എതിരെയുള്ള കേസ് എന്നതാണ്. ആ MLA സ്ഥാനം നഷ്ടമാകുമെന്നുള്ളതും ഉറപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ, ഇത് ചർച്ചയാകുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന് ഇത് കടുത്ത പ്രതിരോധം തീർക്കും. എന്തായാലും രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയ കേസിനാണ് ഇപ്പോൾ കൃത്യമായൊരു വിധി ഉണ്ടാകുന്നത്. MLA ആന്റണി രാജുവിന് തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. തൊണ്ടിമുതൽ കേസിലാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഇനി ഉറ്റുനോക്കുന്നത് ആന്റണി രാജുവിന് സംരക്ഷണം ഒരുക്കിയ സർക്കാരിനുമെതിരെയുമുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ്. MS വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ സർക്കാർ പല ഘട്ടത്തിലും ആന്റണി രാജുവിനെ സംരക്ഷിച്ചെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. അഴിമതിയോട് സന്ധി ചെയ്യുന്നതിനോട് സർക്കാർ ജനത്തോട് മാപ്പ് പറയണം. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പൊയ്മുഖമാണ് വിധിയോടെ പുറത്തു വന്നതെന്നും MD രമേശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേരത്തെ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് ആന്റണി രാജുവിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് കേരളത്തിലെ ഭരണപക്ഷി. കേരളത്തിൽ എങ്ങനെയാണ് അഴിമതിക്കാർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ്. അഴിമതിയുമായി സീറോ ടോളറൻസ് ആണെന്ന് ഒരു ഭാഗത്ത് പറയുകയും അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്ത സമീപനമാണ്. ഇനി ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ VSCയിൽ നിന്നുള്ള നിർണായക പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭിക്കും. തൊണ്ടിമുതലായി കണ്ടെത്തിയത് ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് ശാസ്ത്രീയ പരിശോധന വേണ്ടി വന്നത്. അതേസമയം കേസ് CBIക്ക് വിടാനുള്ള നിർദ്ദേശം
ഹൈക്കോടതി നൽകുമോ എന്നുള്ള ആശങ്കയും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ നിർണായക വഴിത്തിരിവാകും ശാസ്ത്രീയ പരിശോധന. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്ത തൊണ്ടിമുതലിന്റെ രാസപരിശോധന നടക്കുന്നത്. പഴയ സ്വർണം തന്നെയാണോ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത്, അതോ പൂർണ്ണമായും ശബരിമലയിൽ നിന്ന് കടത്തിയോ എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രാസപരിശോധനയ്ക്ക് VSSCയിൽ അയച്ചത്. ഇതിനായി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി സാമ്പിൾ ശേഖരിച്ചു. പരിശോധന ഫലം നെഗറ്റീവായാൽ കേസിലെ രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തിലേക്കും അന്വേഷണം എത്തും. അമൂല്യങ്ങളായ വസ്തുക്കൾക്ക് രാജ്യാന്തര തലത്തിൽ വലിയ മാർക്കറ്റാണ്. കോടികളുടെ മോഹവിലയ്ക്ക് വിറ്റുപോവുകയും ചെയ്യും. ഇതുകൂടി അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം വരും ദിവസങ്ങളിലെ കോടതി ഇടപെടലുകളും SITക്ക് നിർണായകമാണ്. കേസ് CBIക്ക് വിടാനുള്ള ഹൈക്കോടതി നീക്കത്തിനും സാധ്യതയേറെയാണ്. വലിയ അന്താരാഷ്ട്ര മാനമുള്ള കേസെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. CBIക്ക് കേസ് വിടണമെന്ന ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കുക. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാവ് സോണിയയെ കണ്ടത് പ്രസാദം നൽകാൻ വേണ്ടിയെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ന്യായീകരണം. പോറ്റിയുടെ കൂടെ താൻ പോയത് അയാൾ തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ ആയതിനാലാണ്, അതല്ലാതെ തനിക്ക് പോറ്റിയുമായി യാതൊരു ബന്ധമില്ലെന്നുമാണ് അടൂർ പ്രകാശ് MP പാലക്കാട് പ്രതികരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയയും അടൂർ പ്രകാശും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വരികയും സോണിയയുടെ ഇറ്റലിയിലെ കുടുംബത്തിന് അന്താരാഷ്ട്ര പുരാവസ്തു കടത്തിൽ ബന്ധമുണ്ടെന്ന ആരോപണം K. സുരേന്ദ്രൻ ഉന്നയിക്കുകയും ചെയ്തതോടെയാണ് വിഷയത്തിൽ ന്യായീകരണവുമായി അടൂർ പ്രകാശ് രംഗത്തെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയയെ കണ്ടത് പ്രസാദം നൽകാൻ വേണ്ടിയാണ്. നേരത്തെ തന്നെ അനുമതി വാങ്ങിയിരുന്നു. ഇതേക്കുറിച്ച് തനിക്ക് അറിയില്ല. സോണിയയെ കാണുന്നതിന് തലേന്നാണ് തന്നെ വിവരമറിയിച്ചത്. മണ്ഡലത്തിലെ ഒരു വോട്ടർ ആയതിനാൽ താൻ പോറ്റിയുടെ കൂടെ പോവുക മാത്രമാണ് ചെയ്തതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അത് ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടുകള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാൾ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവരോടൊപ്പം ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. കൂടാതെ പോറ്റിയുമായി കൂടുതൽ ബന്ധം CPM MP ജോൺ ബ്രിട്ടാസിനാണെന്നും ബ്രിട്ടാസും പോറ്റിയും തമ്മിൽ നിരവധി ഫോൺ കോളുകൾ നടത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ആരാണെന്നോ അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPMനും കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ടെന്ന് BJP ആരോപിക്കുമ്പോഴാണ് ഇരു പാർട്ടിയിലെയും നേതാക്കൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനം, പാലക്കാട്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് മറ്റൊരു സുപ്രധാന വാർത്ത പുറത്തുവരികയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ പിടികൂടി ഡെൽറ്റ ഫോഴ്സ്. ഇദ്ദേഹത്തെ പിടികൂടി നാട് കടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും പിടികൂടിയിട്ടുണ്ട്. UN സുരക്ഷാ കൗൺസിൽ യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റഷ്യ രംഗത്തെത്തി. വെനസ്വേലയിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് ബെൽജിയം അറിയിച്ചു. ഇതിനിടെ വെനസ്വേലിയൻ സൈനിക മേധാവി കീഴടങ്ങാൻ വിസമ്മതിച്ചു. വിജയം വരെ പോരാടുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഏറ്റവും ഒടുവിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം വരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ട്രംപിന്റെ നടപടിയെ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വെനസ്വേലിയൻ പ്രസിഡന്റ് ഒരു ലഹരി കടത്ത് സംഘത്തിന്റെ തലവൻ ആണെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ ഈ നീക്കങ്ങളെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു വിഷയം വഴിമാറുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ശക്തമായ വിമർശനങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ട്രംപിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ ഉയരുന്നത്?
തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യ തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിക്കണമെന്ന ആവശ്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് ഈ നാടുകടത്തപ്പെടുകയോ അല്ലെങ്കിൽ പിടികൂടി നാടുകടത്തപ്പെടുന്നതിന് തൊട്ടു മുൻപ് നിക്കോളാസ് മഡൂറോ ഒരു ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായി സംസാരിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ചൈന നേരിട്ട് ഇടപെട്ട് നിക്കോളാസ് മഡൂറോയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നതെല്ലാം തന്നെയുള്ള അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ശക്തമായ എതിർപ്പ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്, ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എല്ലാം തന്നെ എതിർപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറ്റലിയിലും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുമായി നേരത്തെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി എല്ലാം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ നിക്കോളാസ് മഡൂറോ ഒരു രാഷ്ട്രത്തിന്റെ തലവനല്ല, മറിച്ച് ഒരു ഡ്രഗ് കാർട്ടലിന്റെ തലവനായി പ്രവർത്തിക്കുന്ന മാഫിയ നേതാവാണ് എന്നൊരു നിലപാടാണ് മാർക്കോ റൂബിയോ തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും സംഭവങ്ങൾ സങ്കീർണമായി മാറുന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഇന്ന് വൈകുന്നേരം 10 മണിയോടുകൂടി ട്രംപിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകും. ഏത് രീതിയിലുള്ള നടപടിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനകരമായ ദിവസം തന്നെയാണ്. പ്രത്യേകിച്ചും 2 പ്രധാനപ്പെട്ട വാർത്തകളിലാണ് ജനം ടിവിയുടെ വാർത്തകളെ തുടർന്ന് നടപടികൾ ഉണ്ടാകുന്നത്. തലസ്ഥാനത്ത് KSRTC പുകപരിശോധനാ കേന്ദ്രത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നിരുന്നു. KSRTC നേരിട്ട് നടത്തുന്ന പുകപരിശോധനാ കേന്ദ്രത്തിൽ വൻ തട്ടിപ്പെന്നുള്ള വാർത്ത ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരിശോധന ഇല്ലാതെ എന്നുള്ള വാർത്തയാണ് ജനം ടിവി നൽകിയത്. ജനം ബിഗ് ഇമ്പാക്ട്. ഏറെ കൊട്ടിഘോഷിച്ചാണ് തിരുവനന്തപുരത്ത് KSRTC സ്വന്തമായി പുകപരിശോധനാ കേന്ദ്രം ആരംഭിച്ചത്. യാത്രാ ഫ്യൂവൽസ് എന്ന പേരിൽ തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന പുകപരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നത് വൻ തട്ടിപ്പാണെന്ന വാർത്ത ജനം ടിവി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. പരിശോധനയിൽ നിരവധി റിപ്പോർട്ടുകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന KSRTC ഓർഡിനറി ബസ്സിന് തിരുവനന്തപുരത്ത് നിന്നും വ്യാജ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ തെളിവും പുറത്തുവിട്ടിരുന്നു. ബസിന്റെ നമ്പർ പതിപ്പിച്ച ഒരു ഫോട്ടോയുടെ പിൻബലത്തിലാണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പരിശോധന നടത്തുമ്പോൾ ചെയ്യേണ്ട എല്ലാ മാനദണ്ഡങ്ങളും KSRTC പുകപരിശോധനാ കേന്ദ്രം അട്ടിമറിക്കുന്നു. 1989 KSRTCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസ്സിലെ പുകയുടെ തോതും 2016 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിന്റെ പുകയുടെ തോതും ഒരേ അളവിലാണ്. ഈ സർട്ടിഫിക്കറ്റിലെ തട്ടിപ്പും പുറം ലോകത്ത് എത്തിച്ചു. ഇതിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് കടക്കുന്നത്. വിനീഷ്, ജനം, തിരുവനന്തപുരം. ഒടുവിൽ വഴങ്ങി വയനാട് തിരുനെല്ലി സഹകരണ ബാങ്ക്. തിരുനെല്ലി, തൃശ്ശേരി ക്ഷേത്രങ്ങളുടെ സ്ഥിര നിക്ഷേപം ബാങ്ക് തിരികെ നൽകി. സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. ഈ ഒരു വാർത്ത ജനം ടിവിയാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കോടിക്കണക്കിന് രൂപയാണ് വയനാട്ടിലെ വിവിധ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള 5 ബാങ്കുകളിലായി നിക്ഷേപിച്ച തുകയുടെ തെളിവുകൾ ജനം ടിവി പുറത്തുവിട്ടിരുന്നു. തുടർന്നാണ് സുപ്രീംകോടതിയുടെ ഇടപെടലുണ്ടായത്. 17 കോടിയിൽ 9 കോടി രൂപ കഴിഞ്ഞ മാസം 31-ന് അമ്പലത്തിന് തിരികെ നൽകി. 8 കോടി രൂപ നേരത്തെ കൈമാറിയിരുന്നു. നിക്ഷേപം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു ആദ്യത്തെ സുപ്രീംകോടതി ഉത്തരവ്. കേരള ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി ശരിവയ്ക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പണം ദൈവത്തിനുള്ളതാണെന്നും അത് സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കാൻ പാടില്ലെന്നുമായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം. സ്ഥിര നിക്ഷേപം ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. നിക്ഷേപത്തുക തിരികെ നൽകുന്നതിൽ കാലതാമസം ആവശ്യപ്പെട്ട ബാങ്കിന്റെ ഹർജിയും സുപ്രീംകോടതി തള്ളി. തുടർന്നാണ് തിരുനെല്ലി സഹകരണ ബാങ്ക് തുക തിരികെ നൽകിയത്. ജനം, വയനാട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ പ്രകോപന പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഹിന്ദു ഐക്യവേദി. എണ്ണത്തിന്റെ വണ്ണം കണ്ട ഹാലാണെങ്കിൽ അത് വേണ്ട എന്ന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞു.
ഹിന്ദു നേതാവിന്റെ മുഖത്ത് കരിയിൽ ഒഴിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ എന്നും FB പോസ്റ്റിൽ ടീച്ചർ തുറന്നടിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നുള്ള മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂറിന്റെ വിദ്വേഷ പോസ്റ്റിനെതിരെയായിരുന്നു മറുപടി. മുസ്ലിം ലീഗിനെതിരെ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കൂട്ടമായ ആക്രമണമാണ് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നത്. സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാൻ നീക്കം നടക്കുന്നു. ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നിപ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളും വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തെത്തുന്നത്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുതൂർ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രകോപന പരാമർശമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വർഗീയവാദി വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിലൊഴിക്കുന്നവർക്ക് പണവും അവാർഡും നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറയുന്നു. ഇതിനെതിരെ ശക്തമായ മറുപടിയാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് കുപ്പായമിട്ട ലീഗുകാരെ എണ്ണത്തിന്റെ വണ്ണം കണ്ട് ഹാലിളകേണ്ടെന്നും ഇത് പാകിസ്ഥാനും ബംഗ്ലാദേശുമല്ല ഭാരതമാണെന്നും ശശികല ടീച്ചർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തനിക്ക് ഒരു ഹിന്ദു നേതാവിന്റെ മുഖത്ത് കരിയോയിലൊഴിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെയെന്നും ടീച്ചർ പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ അവഗണിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ കയ്യിൽ കരിയോയിൽ വാങ്ങാൻ കാശില്ലേ എന്നും ശശികല ടീച്ചർ ചോദിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വരുന്നുണ്ട്. ജനം, മലപ്പുറം. ഛത്തീസ്ഗഡിൽ 2 വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി 14 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു. തെക്കൻ ഛത്തീസ്ഗഡിലെ സുഖ്മ, ബിജാപൂർ ജില്ലകളിലായാണ് സുരക്ഷാ സേന മാവോയിസ്റ്റ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. ബസഗുഖ താരി വനമേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്നുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഇന്ന് ഓപ്പറേഷൻ നടന്നത്. സുഖ്മയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി ബസ്തർ IG സുന്ദർ രാജ് സ്ഥിരീകരിച്ചു. 2 പേരെ ബിജാപൂരിൽ നടന്ന ഏറ്റുമുട്ടലിലും കൊലപ്പെടുത്തി. AK-47 തോക്കുകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരവും കണ്ടെടുത്തു. വനമേഖലയിൽ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് സഞ്ചാരികൾ. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 at 7 പൂർണ്ണമാവുകയാണ്. നമസ്തേ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഇരട്ടിയിലധികം ആളുകളാണ് എത്തിയത്. ഒരാഴ്ചക്കിടെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇടുക്കിയിൽ സന്ദർശനം നടത്തിയെന്നാണ് ഔദ്യോഗിക കണക്ക്. ക്രിസ്മസും പുതുവത്സരവും ഉൾപ്പെടെ വിശേഷ ദിവസങ്ങളിൽ പ്രതിദിനമെത്തിയ സഞ്ചാരികളുടെ എണ്ണം 30,000 കടന്നു. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഇടുക്കിയുടെ മലയോരങ്ങളും കോടമഞ്ഞിന്റെയും തണുപ്പിന്റെയും പശ്ചാത്തലത്തിൽ മനം നിറച്ച കാഴ്ചകളും ആവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ മടങ്ങിയത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് പ്രത്യേക ക്രമീകരണവും ഒരുക്കിയിരുന്നു. പഴയ മൂന്നാർ മുതൽ മാട്ടുപ്പെട്ടി ഡാം വരെയുള്ള ഭാഗം, പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ ടൗണിന്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് മറ്റ് സബ് ഡിവിഷനിൽ നിന്നൊക്കെ മൊബിലൈസ് ചെയ്ത് പോലീസ് ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഹാൻഡ് സെറ്റ്, 1-to-1 സെറ്റ് എന്ന് പറയും, ഹാൻഡ് സെറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു റോഡ് അപ്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ആ മറ്റേ റോഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് ഇത് കൂടുതൽ നടത്തിവിടാനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും വയർലെസ് സെറ്റ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ട്രാഫിക്കിനെ കുറച്ചുകൂടി എൻഫോഴ്സ്മെന്റ് കൂട്ടിയിട്ടുണ്ട്. എല്ലാവരോടും പോലീസ് വളരെ പൊളൈറ്റായിട്ടും ജെന്റിലായിട്ടും പെരുമാറാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട SP സാർ തന്നെ എല്ലാ ദിവസവും ഉള്ള റോപ്പോളിൽ തന്നെ സാർ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ടാക്സിക്കാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഡ്രൈവേഴ്സുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് തന്നെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ച് വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. 24 hours നമ്മൾ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. ക്രിസ്മസ് പുതുവത്സര അവധി തുടരുന്നതിനാൽ 5-ാം തീയതി വരെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനം, ഇടുക്കി.